ഹലോ കെഡീസ്. അപ്പോൾ ഞാൻ എന്നെ അധികം കാണിക്കുന്നില്ല കേട്ടോ, ഉണർന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കണ്ണ് തുറന്നപ്പോൾ നമ്മൾ ടെൻറ്റിനകത്താണ് കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ ഈ ടെൻറ്റിനകത്താണ് കിടന്നത്. ഇതിനകത്തൊരു 2-3 പേർക്കൊക്കെ കിടക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ, വലിയ ആൾക്കാർക്ക്. അപ്പോൾ ഞാനും തനുക്കുട്ടിയാണ് ഇപ്പോൾ തൽക്കാലം ഇതിനകത്തുള്ളൂ. ഞങ്ങൾ 4 പേരുള്ള കാരണം കൊണ്ടേ ശരത്തേട്ടൻ അപ്പുറത്തെ ടെൻറ്റിനകത്തായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോറ്, കിളിവാതിൽ. എന്നെ കണ്ട തലയൊക്കെ ചൊറിഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ക്യാപ്റ്റൻസ് ക്യാമ്പ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രി ഗേറ്റ് എന്ന് പറയുന്നത്. ഇത് തുറന്ന് നമ്മളിതാ അകത്തേക്ക് കടക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അങ്ങനെ ഒരു വിശാലമായിട്ടുള്ളൊരു പറമ്പാണ്. ഒരു എസ്റ്റേറ്റ് മാതിരി ഒരു സ്ഥലമാണ്. ഇതിന് മേലോട്ടേക്ക് അങ്ങനെ എസ്റ്റേറ്റ് ആണെന്നാണ് പറഞ്ഞു കേട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതാ ഫുഡ് കഴിക്കുന്ന ഏരിയ ആണ്. അപ്പോൾ രാവിലെ 8 മണി തൊട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നല്ല എന്താ പറയുക, മോർണിംഗ് ആ സൺലൈറ്റിൽ ഇരുന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം. അപ്പോൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് നേരത്തോട് കൂടിയിട്ട് പോകണമായിരുന്നു. ഒരു 9 ഒക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് പൂരിയൊന്നും അല്ല കേട്ടോ, ഒരു പ്രത്യേക തരം ഫുഡായിരുന്നു. ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ചോദിക്കാനും വിട്ടുപോയി. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പൂരി കാണുമ്പോൾ പൂരി പോലെ തോന്നും, പക്ഷെ പൂരിയല്ല. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയും എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഉപ്മാ ഉണ്ടായിരുന്നു, കറി ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ് കേട്ടോ. പിന്നെ ചായ, കാപ്പി, പോഹ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ ഈ ഏരിയ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ടെൻറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ടെൻറ്റിനകത്ത് താമസിക്കാൻ ഒരു ഡേക്ക് 4500 രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിൽ കൂടിയെങ്കിലുള്ളൂ, കുറവല്ല കേട്ടോ. എടുത്തു പറയേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി. എൻ്റെ പൊന്നോ, അവരുടെ ഒരു ബിഹേവിയറും നമ്മളോടുള്ള പെരുമാറ്റമൊക്കെ എന്തൊരു സോഫ്റ്റ് ആൻഡ് ഭയങ്കര സ്വീറ്റായിട്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് മാത്രം മതി നമ്മളവിടെ പോയതിന് വർത്താണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫുഡാണെങ്കിലും എല്ലാം തണുപ്പും ഭയങ്കര ഒരു സുഖമായിരുന്നു കേട്ടോ അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഈ പിന്നിൽ നിങ്ങൾക്ക് ടെൻറ്റ് കാണാൻ പറ്റുന്നുണ്ടാവും. പല സൈസിലുള്ള ടെൻറ്റുകളുണ്ട് കേട്ടോ. ഇത് ക്യാപ്റ്റൻസ് ക്യാമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ ഒരു എന്താ പറയുക, ടെൻറ്റിൽ നമുക്ക് സ്റ്റേ ചെയ്യാം ഒരു രാത്രി. അത് ചെക്കിംഗ് ടൈം ഉച്ചയ്ക്ക് 12 o'clock ആണ്. പിന്നെ പിറ്റേ ദിവസം 10:45 വരെ നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാനായിട്ടുള്ള ടൈം. അപ്പോൾ രാത്രി മുഴുവൻ നമുക്ക് സ്പെൻഡ് ചെയ്യാം. നല്ല അടിപൊളി വൈബായിരുന്നു. ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു, ഡിന്നർ ഉണ്ടായിരുന്നു. ഡിന്നറൊക്കെ നമ്മൾ സെപ്പറേറ്റ് പറയണം. ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റെ കൂടെ ഒരു കോംബോ ആയിട്ട് ഉണ്ട്. അപ്പോൾ ഡിന്നർ നമ്മൾ പറഞ്ഞു, പക്ഷേ അതിന് ഒരുപാട് റേറ്റ് ഒന്നും ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് കൂടാണ്ട് ഈ ഒരു ഹട്ട് അല്ലെങ്കിൽ ഈ ഒരു ടെൻറ്റ് ഇത് കൂടാണ്ട് പിന്നെ താമസിക്കാനായിട്ട് റൂംസ് അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ടെൻറ്റ് സെലക്ട് ചെയ്തു എന്നേ ഉള്ളൂ. ടെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു 10-25 എണ്ണം മിനിമം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൗണ്ട് ചെയ്ത് വെച്ച് 25 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി വേറെ എല്ലാ കാട്ടിൽ വേറെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പല വലിപ്പമാണ്. ഇത് അത്യാവശ്യം വലിയൊരു ടെൻറ്റാണ്. ഇതിൽ അത്യാവശ്യം ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാനായിട്ട് പറ്റും. സൈഡിൽ കണ്ടു ഇങ്ങനെ നമുക്ക് കിടന്നാടാനായിട്ട് ഊഞ്ഞാലൊക്കെ. ഇവിടെ വന്നാലുണ്ടല്ലോ, ഇതൊരു വേറെ ലോകം പോലെ നമുക്ക് തോന്നും കേട്ടോ. അതായത് മെയിൻ റോഡിൽ നിന്ന് നല്ലപോലെ ഉള്ളിലേക്ക് വന്നിട്ടാണ് ഈ സ്ഥലം ഉള്ളത്. രാത്രിയിൽ ഇതിനകത്തേക്ക് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു കാടാണെന്ന് കേട്ടോ. പക്ഷേ ഇതൊരു കാടൊന്നുമല്ല, പക്ഷേ ചുറ്റിനും ഇങ്ങനെ കാട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ കണ്ടോ ഇങ്ങനെ ഏറുമാടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡേ ടൈമിലിരുന്ന് വായിക്കണമെങ്കിലോ അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കണമെങ്കിലോ കാറ്റ് കൊള്ളണമെങ്കിലോ ഒക്കെ അതിനൊക്കെയുള്ള സൗകര്യമുണ്ട്. പിന്നെ രാത്രി ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. ഇവിടെ മാത്രമല്ല വേറൊരു സ്ഥലത്തും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും മിനി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ടെൻറ്റ്സ് കൂടാതെ റൂംസും ഇവിടെ അവൈലബിൾ ആണ്. വലിയ ഒരു സ്ഥലമാണ്, ഏക്കർ കണക്കിനാണ് കേട്ടോ. ഒരു അങ്ങനത്തെ ഒരു സ്പേസാണ് ഇതിനകത്തുള്ളത്. ഞാൻ റൂംസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, റൂംസും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ചൂസ് ചെയ്തത് ടെൻ്റായിരുന്നു എന്ന് മാത്രം. എപ്പോഴും നമ്മൾ ഈ ഹോട്ടലിലും അവിടെ ഇവിടെയൊക്കെ താമസിച്ചിട്ടുള്ള കാര്യങ്ങൾ റൂംസിനോട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ടെൻറ്റ് എന്ന് കേട്ടപ്പോൾ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് 2 ടെൻറ്റിലായിട്ടാണ് ഞങ്ങൾ കിടന്നത്. നല്ല സൗകര്യമായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ചക്കയൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്, മുള പൊട്ടിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് ഈ ഒരു
സംഭവം എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇവർ ട്രക്കിങ്ങിനൊക്കെ കൊണ്ടുപോകുമെന്ന് പറയുന്നു. ഞങ്ങളതിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അവർക്കവിടെ തോട്ടമുണ്ട്, അപ്പോൾ അതിനകത്ത് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ ശരത്തേട്ടനും ഇതാണ് നമ്മളുടെ ക്യാപ്റ്റനായിട്ട് നിന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഇവിടെ ഒന്നും കൂടിയും ചുറ്റി നടക്കാൻ പോയി. തനുക്കുട്ടീനെ വിളിക്കാനായിട്ടാണ് മെയിൻ പോയത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ ഓൾറെഡി കഴിച്ചതാണ് കേട്ടോ. തനുക്കുട്ടി ഇവിടെ കളിച്ച് ചിരിച്ച് നിൽക്കുകയായിരുന്നു. ഇങ്ങനെ അമ്പും വില്ലും വീടില്ലേ, ആ സംഭവമാണ് കേട്ടോ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ മൂപ്പര് ഇവിടെ നിന്ന് ഇതായിരുന്നു പരിപാടി. അപ്പോൾ ഞാനതൊന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. തനുക്കുട്ടിക്ക് ഈ വക കാര്യങ്ങൾ നല്ല ഇൻട്രസ്റ്റ് ആണ്. ഞാനും അത് നോക്കി അവൾ ചെയ്യുന്നത് നോക്കി നിൽക്കുമായിരുന്നു. അതൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് പോകേണ്ട കാരണം കൊണ്ട് പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ അവൾ ഓടിപ്പോയി. ഓവറോൾ നോക്കുകയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നല്ല ഫുഡ്, നല്ല ഒരു തണുത്ത് വിറക്കി നമ്മൾ ആ ടെൻറ്റിനകത്ത് കിടക്കുമ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ കോമൺ ആയിട്ട് ഉള്ള ബാത്റൂംസ് നമ്മൾ യൂസ് ചെയ്യണം, പക്ഷെ നല്ല വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പോരുകയാണ്. ഞാൻ പറഞ്ഞില്ലേ നല്ലോണം ഉള്ളിലേക്ക് വന്നിട്ട് വേണം ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ. അപ്പോൾ തിരിച്ചു പോകുമ്പോഴാണ് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയത്. രാത്രിയായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു എത്തിച്ചേർന്നത് ഗോകർണയിൽ തന്നെയുള്ള മഹാബലേശ്വർ ടെമ്പിളിലാണ് കേട്ടോ. അവിടെ നല്ല തിരക്കായിരുന്നു. അതുപോലെ വീഡിയോസ് എടുക്കാൻ അലൗഡ് അല്ല. പിന്നെ മുണ്ട് എടുക്കണം കേട്ടോ ആണുങ്ങൾ, അത് പ്രത്യേകം എടുത്ത് പറയട്ടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ഓം ബീച്ചിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും നല്ല ക്ലീൻ ആയിട്ടുള്ള വൃത്തിയുള്ള ബീച്ചാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ തീരുമാനിച്ചത്. പിന്നെ ഇതിനൊരു ഓമിൻ്റെ ഷേപ്പാണ് കേട്ടോ. അത് മേലെന്നൊക്കെ നമുക്ക് വീഡിയോ എടുക്കുകയാണെങ്കിൽ മാത്രമേ അതൊക്കെ മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നിന്നാണ് കേട്ടോ ഏറ്റവും മോശം ഫുഡ് ഞങ്ങൾ കഴിച്ചത്. ലഞ്ചിൻ്റെ ടൈമിൽ ഞാൻ വെറുത്ത് പോയ ഫുഡായിരുന്നു. അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്ത്. ഞങ്ങൾ ഓം ബീച്ചിലേക്കാണ് വന്നേക്കുന്നത് കേട്ടോ. നട്ടപ്പറ വെയിൽ, 2 മണി സമയം, 1:30 2 മണി സമയം, ഭയങ്കര വെയിലാണ്. ഇന്ന് ഞങ്ങളെല്ലാവരും ഇന്ന് മത്തി കരിഞ്ഞ പോലെ തിരിച്ചു പോകുന്നതായിരിക്കും. ആൾക്കാർക്കൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാവരും വെള്ളത്തിൽ കളിയാണ്, എല്ലാവരും മാറാട്ടുകയാണ്. കടലിലെ വെള്ളത്തിന് തണുപ്പായിരിക്കുമെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. മണലൊക്കെ ഭയങ്കര ചൂടാണ്, ചെരുപ്പിലാണ് നമുക്ക് നടക്കാൻ പറ്റില്ല. പിന്നെ ആൾക്കാരെ കാണിച്ചു തരാം, അത്ര ആൾക്കാർ. ഞാൻ മിക്കവാറും ഇതിനകത്ത് ഇറങ്ങാൻ പോകുന്നില്ല, കാരണം അമ്മാതിരി ചൂടാണ്. ഇവിടെ ക്യാമലുണ്ട് കേട്ടോ, ഒട്ടകം. വേണമെങ്കിൽ ഒട്ടകത്തിൻ്റെ പുറത്ത് നമുക്ക് സഞ്ചരിക്കാം, പക്ഷെ ഞാൻ പോകണില്ല, റിസ്ക് ആയിരിക്കും. ആൾക്കാർ ബഹളാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല. ഞാൻ ഒട്ടകത്തിനെ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ എൻ്റെ ബാക്കിൽ ക്യാമൽ നിൽക്കുന്നത്, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ സുന്ദരിയോ സുന്ദരനോ ആയിട്ടുള്ള ഒട്ടകങ്ങൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. നട്ടപ്പറ വെയിലായതുകൊണ്ട് എനിക്കിതിൻ്റെ പുറത്ത് കയറാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു കേട്ടോ. പിന്നെ അതിനെ ബുദ്ധിമുട്ടിക്കേണ്ട ഈ പൊരി വെയിലത്തെ പാവത്തിനെ കൊണ്ട് നടത്തിക്കും. അത് കാരണം കൊണ്ട് ഞാൻ കയറിയൊന്നുമില്ല. ഞാൻ കണ്ടോ വെയിലത്തുനിന്ന് എവിടെ ഇരിക്കാൻ നോക്കിയാലും വെയിലാണ്, ചുറ്റുപാടും വെയിലാണ്. എനിക്ക് ഏതെങ്കിലും ഒരു ഷെയ്ഡ് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടോ, പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു. പിള്ളേരൊക്കെ അതേ അവിടേക്ക് അങ്ങ് കളിക്കാൻ പോയിട്ടുണ്ട്, ശരത്തേട്ടനും കൂടിയിട്ട്. അങ്ങ് അകലേക്കൊന്നും ഞങ്ങൾ ഇറങ്ങില്ല കേട്ടോ. ഈ അടുത്ത് തുമ്പത്ത് മാത്രം നിൽക്കുള്ളൂ. കാണുമ്പോൾ തോന്നുന്നു എൻ്റെ പൊന്നെ കടലല്ലേ എന്നൊക്കെ, പക്ഷെ അത്രയ്ക്കൊന്നും അങ്ങോട്ടേക്ക് പോവില്ലാടി. തീരത്തോട് കൂടിയിട്ടാണ് നിന്നത്. പിന്നെ അത് മാത്രമല്ല അങ്ങനെ അങ്ങോട്ട് തിരയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് വലിയ തിരയൊക്കെ വരികയാണെങ്കിൽ സൂക്ഷിക്കണം, അങ്ങനെ എടുത്ത് പോവും. പക്ഷെ ഇതങ്ങനെ തിരയുള്ള ഒരു സമയമായിരുന്നില്ല കേട്ടോ ഞങ്ങൾ പോയപ്പോൾ. ഇനി ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു സമയത്ത് ഇല്ലായിരുന്നു കണ്ടോ, അങ്ങനെ പതുക്കെ വരുന്ന തിരയായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികൾ നല്ല ആഹ്ലാദത്തിലായിരുന്നു. അവർക്ക് ഇത്തവണ ബീച്ച് കാണണം എന്നുള്ള ആഗ്രഹം അങ്ങ് തീർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും അവർ ബീച്ചിൽ കളിച്ചിട്ടുണ്ട് കേട്ടോ. തനുകുട്ടി കൊണ്ട് ചാടിത്തുള്ളി, മാനിനെ പോലെയൊക്കെ കിടന്ന് ചാടിത്തുള്ളിയിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ശരത്തേട്ടൻ അവരെ നോക്കാനായിട്ട് അവരെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരത്തേട്ടനും പിള്ളേരൊക്കെ അവിടേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ നൈസായിട്ട് ഒരു ഷെയ്ഡ് കിട്ടി, അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. നല്ല ഉടുക്കത്തെ വെയിലാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു പ്രിൻ്ററൊക്കെ ഇരിക്കുന്നത് പറഞ്ഞാൽ അയാൾ എന്നെ ഓടിപ്പിക്കാൻ നോക്കി, പക്ഷേ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഈ ഷെയ്ഡിൻ്റെ കീഴിലല്ലേ ഇരിക്കുന്നുള്ളൂ, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ ചേട്ടാ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നോട് അവിടെ ഇരുന്നോളാം പറഞ്ഞു.
അപ്പോൾ അവരവിടെ കളിക്കാൻ പോയിട്ടുണ്ട്. കാണുമൊന്നുമില്ല, കുറച്ച് ദൂരെയാണ്. ഞാനിവിടെ ഇരിക്കുക ഈ ഷെയ്ഡ് നോക്കിയിട്ട്. എന്നെക്കൊണ്ട് വയ്യ കേട്ടോ, അത്രയും വെയിലുണ്ട്. പിന്നെ ഞാൻ ഡ്രസ്സ് ഒന്നും മാറാനുള്ള സൗകര്യവും എനിക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിനി മേലെല്ലാം നനഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും. അവരെല്ലാം വെള്ളത്തിലിറങ്ങുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അത് കാരണം അവർക്ക് കുഴപ്പമില്ല, പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. എൻ്റെ ഡ്രസ്സ് അങ്ങനത്തെ അല്ല. അത് കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇരിക്കുന്നു, അവരെ നോക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്നു. പിന്നെ എനിക്ക് അത്രയും താല്പര്യമൊന്നുമില്ല കേട്ടോ, ഉപ്പ് വെള്ളത്തിലിറങ്ങി കളിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. അത് കാരണം കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. കണ്ണടച്ച് തുറന്നപ്പോൾ ജോഗ് ഫോൾസ് എത്തിയല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഓം ബീച്ചിൻ്റെ അവിടെ നിന്ന് പിന്നെ നേരെ പോകുന്നത് ജോഗ് ഫോൾസിലേക്കായിരുന്നു. അവിടെ നിന്ന് അത്യാവശ്യം ഒരു 2-3 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ഇവിടെ എത്തിയത്. അത് പിന്നെ ഞാൻ ഒത്തിരി ലെങ്ത്ത് വീഡിയോയ്ക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോ സ്ഥലത്തുമ്പോൾ എടുക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിതാ ചെക്ക് ഇൻ ചെയ്യാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അവസാനം ജോഗ് ഫോൾസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാത്രി നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങളൊരു 6:30 അറൗണ്ട് 6:30 നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടുത്തെ KSTDCയുടെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ്, കർണാടക ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഡീലക്സ് റൂമാണ്. അപ്പോൾ നോർമൽ റൂംസും ഉണ്ട്, അല്ലാത്ത റൂംസും ഉണ്ട് കേട്ടോ. നമ്മൾ എടുക്കുന്നത് ഏത് ടൈപ്പ് റൂമാണോ അതിനനുസരിച്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഇത് ഗവൺമെൻറ്റിൻ്റെ ആണ്. അപ്പോൾ അത്യാവശ്യത്തിൽ കൂടുതൽ സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല നീറ്റാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കുട്ടികളടക്കം 4 പേരുള്ള കാരണം കൊണ്ട് ഞങ്ങളൊരു എക്സ്ട്രാ ബെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അവരോട് കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ റൂമൊക്കെ നല്ല വലിപ്പമുള്ള റൂമാണ്. AC ഉണ്ട്, നോൺ AC ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, ശരത്തേനാണ് ബുക്ക് ചെയ്തത്. എനിവേ AC റൂമാണ്. റെസ്റ്റോറൻറ്റ് ഉണ്ട്, നമുക്ക് ഇവരുടെ തന്നെ ഗവൺമെൻറ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. ഞങ്ങളിപ്പോൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ അത്രയും നല്ല റെസ്റ്റോറൻറ്റുകളോ അല്ലെങ്കിൽ താമസിക്കാനുള്ള അത്രയും നല്ല ഹോട്ടൽസൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ജോഗ് ഫോൾസ് കാണാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസ് ഇവിടെ ഉണ്ട്. പ്രീ ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യാം. ഞാനൊരു ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞത് എന്താണ് ഇങ്ങനൊരു സൗകര്യം ഉണ്ട് എന്നുള്ളത് കേട്ടോ. പിന്നെ റൂംസിൻ്റെ ഒക്കെ റെൻറ്റും കാര്യങ്ങളൊക്കെ ഡിപ്പെൻസ് നമ്മൾ എടുക്കുന്ന റൂമിനനുസരിച്ച് എടുക്കും. നമ്മളുടേത് ഒരു ഡിലക്സ് റൂമാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് വരും. അല്ലാത്ത റൂംസും ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇത് ഞാൻ റൂം ടൂർ ഒന്ന് കാണിച്ചു തരാം. റൂമൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം, എത്ര സൗകര്യം ഉണ്ട്, എന്തുണ്ട് എന്നൊക്കെയുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ട് ഡിന്നർ കഴിക്കാം. മെയിൻ ഡോർ കഴിഞ്ഞ ഒരു ചെറിയ ഇടയുണ്ട് നമുക്ക് ചെരുപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഡബിൾ ബെഡാണ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. എക്സ്ട്രാ ബെഡ് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ അവിടുത്തെ മാനേജർ വന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. AC TV ഒക്കെ ഉണ്ട്. പിന്നെ ഇരുന്ന് ചായ കുടിക്കണമെങ്കിൽ കാപ്പി കുടിക്കണമെങ്കിലോ 2 ചെയറും ടേബിളൊക്കെ ഉണ്ട്. ഇതാണ് റൂമിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. നല്ല വൃത്തിയുള്ള പൊടിയൊന്നും പിടിക്കാത്ത നല്ല റൂമായിരുന്നു. ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്, അലമാരയുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഇതൊക്കെ ഉണ്ട്. അത് പിന്നെ ബാത്റൂം. ഞാൻ ഏത് ഹോട്ടലിൽ പോയാലും എവിടെ പോയാലും എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വൃത്തിയുള്ള ബാത്റൂമാണ്. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അപ്പോൾ ജോഗ് ഫോൾസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് വാട്ടർഫോളാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ റൂമിൻ്റെ ഒരു വിൻഡോ ഉണ്ട്, നമുക്ക് അത് അങ്ങ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജോഗ് ഫോൾസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പം നമുക്ക് അങ്ങനെ കാണില്ലേ, രാത്രിയല്ലേ. ഇനി രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ആ വ്യൂ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട് ഇതിനകത്ത്. ഈ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ റൂം എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി കൂടി ഉണ്ട്. നമുക്ക് അത്രയും അടുത്ത് വാട്ടർഫോൾസ് കാണാനായിട്ട് പറ്റും, വ്യൂ ആസ്വദിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് രാവിലെ ഓഫ് കോഴ്സ് അതിൻ്റെ അടുത്ത് പോകണം. വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്തേക്ക് പോകാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് പറ്റും സംഭവം. അത്രയും അടിപൊളിയായിരിക്കില്ല. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു നല്ലതായിരിക്കും എന്നുള്ളത്. പിന്നെ നമ്മൾ രാത്രിയായി ഒരു 6:30 ആയി, അറൗണ്ട് 6:30 ആയി നമ്മളിവിടെ എത്തുമ്പോൾ. അത് കാരണം കൊണ്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണാനും നോക്കാനൊന്നും പോയില്ല. എന്താണെങ്കിലും രാവിലെ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ വന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ വന്ന വശം നമ്മുടെ റൂമൊക്കെ എടുത്തത് അതാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ല സൗകര്യവും കാര്യങ്ങളും വൃത്തിയും നീറ്റാണ് കേട്ടോ. നമുക്ക് ചിലർക്ക് ഒരു തോട്ട് ഉണ്ടാവും ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളാകുമ്പോൾ വൃത്തി ഉണ്ടാവോ വെടുപ്പുണ്ടാവോ എന്നൊക്കെ. പക്ഷെ നല്ല നീറ്റാണ്. നമുക്ക് ചിലപ്പോൾ പുറമെന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ ഒരു ചായയാണ്, പക്ഷെ അകത്തേക്ക് വരുമ്പോൾ റൂമൊക്കെ നല്ല നല്ല നീറ്റാണ് കേട്ടോ. നല്ല രസമായിട്ട് വൃത്തിയിലും വെടുപ്പിലൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്.
അപ്പോൾ അത് കാരണം കൊണ്ട് എന്താ എല്ലാ സൗകര്യമുണ്ട്. അപ്പോൾ ഇനി പോയിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാം. ഇനിയിപ്പോൾ ഫുഡ് നല്ലതായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ കാജു മസാല പറഞ്ഞില്ലേ, കാജു ഞാൻ ഇറങ്ങി തപ്പേണ്ടി വരാവോ എന്ന് വിചാരിച്ചു. പക്ഷേ ഉണ്ടായിരുന്നു കേട്ടോ, താഴെ പോയി കിടക്കുകയായിരുന്നു. അപ്പോൾ ശരത്തേട്ടൻ എല്ലാവർക്കും ഇത് സെർവ് ചെയ്ത് കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ വെജിറ്റേറിയനാണ് കഴിക്കുന്നത്. കാരണം പോകുന്നിടത്തെല്ലാം അമ്പലങ്ങൾ കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് പറ്റുന്ന അവസരങ്ങൾ നമ്മൾ മുതലാക്കണം. അത് കാരണം കൊണ്ട് ഞങ്ങൾ പ്യുവർ വെജിറ്റേറിയൻ ഫുഡാണ് കഴിച്ചത് കേട്ടോ. മെയിനായിട്ട് അമ്പലങ്ങളുള്ളത് കൊണ്ടും പിന്നെ വയറ് അങ്ങനെ കേടാക്കണ്ട എന്നുള്ള ഒരു ആഗ്രഹവും ഞങ്ങൾക്കുണ്ടായിരുന്നു. പരമാവധി നമ്മൾ നല്ല ഹോട്ടലുകളിലാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇത്തവണ യാത്ര ചെയ്തിട്ട് വയറിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോയി കിടന്ന് ചാച്ചു ഇറങ്ങി. രാവിലെ എണീറ്റപ്പോൾ അതാ വിൻഡോ കൂടെ കാണുന്നതാണ് ജോഗ് ഫോൾസ് എന്ന് പറയുന്നത്. മഞ്ഞ് കാരണം കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിൾ ആയിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ കുളിച്ചൊരുങ്ങി അങ്ങോട്ടേക്ക് കാണാനായിട്ട് പോയി. അപ്പോൾ ജോഗ് ഫോൾസ് എന്ന് പറയുന്നത് ഇതായിരുന്നു സംഭവം. നമുക്ക് നേരിട്ട് കാണാൻ കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് വലിയ കുത്തൊഴുക്കും ചാട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ദൂരെയാണ് കേട്ടോ, ഞാൻ സൂം ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴത്തിലുള്ള വെള്ളച്ചാട്ടങ്ങളിലെ 2ാം സ്ഥാനമാണ് ഈ ജോഗ് ഫോൾസിന് ഉള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടോ, അത് വലിയ പാറക്കെട്ടാണ്. അതിൻ്റെ മേലിൽ നിന്ന് ഏറ്റവും ഹൈറ്റിൽ നിന്നാണ് വെള്ളം വീഴുന്നത് കേട്ടോ. അത് തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നമ്മളെ ഫോട്ടോ എടുത്തായിരുന്നു. അപ്പോൾ അവിടുത്തെ ആ ഫോട്ടോഗ്രാഫറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളിവിടെ ബോട്ടിങ്ങിന് വന്നു. ഇല്ലെങ്കിൽ ഇത് നമ്മൾ സ്കിപ്പായി പോയേനെ കേട്ടോ. ഇത് വളരെ നല്ലതായിരുന്നു. അയാൾ നമ്മളെ അടുത്ത് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടാണ് ഞങ്ങളവിടെ പോയത്. അപ്പോൾ അതിരാവിലെ സമയമാണ് കേട്ടോ. ഇവിടെ നേരത്തോട് കൂടിയിട്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെന്തായാലും നന്നായി. ജോഗ് ഫോൾസ് തന്നെ നല്ല മഞ്ഞ് കാരണം കൊണ്ട് അത്രയ്ക്ക് ക്ലിയർ ഒന്നും ആയിരുന്നില്ല. എന്നാലും ഒരുവിധം കണ്ടു എന്ന് മാത്രം. ഫോണിൽ അത്രയും വിസിബിൾ ആയിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു. വെള്ളത്തിൽ വീണാലും പൊന്തിക്കെടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഇട്ട് നമ്മൾ പോവാണ്. നല്ല വെയിൽ ഉദിച്ച് വരുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിപ്പ് ലൈൻ കയറാനാണ് പോകുന്നത്. അപ്പോൾ നല്ല ഹൈറ്റിലേക്ക് കയറണം. എന്നിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പറക്കാൻ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ മൂന്നാർ പോയപ്പോൾ ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് എനിക്ക് ആ പേടി പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ ഇതുവരെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. തനുക്കുട്ടിക്കും ചെയ്യാൻ പറ്റുമായിരുന്നു. 5 വയസ്സുള്ള കുട്ടികൾ തൊട്ട് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അത് കാരണം കൊണ്ട് ആ ധൈര്യത്തിലാണ് നമ്മൾ കയറ്റിയത്. അതുപോലെ തന്നെ അവൾക്കും ധൈര്യം ഉണ്ടായിരുന്നു, അതും പറയണമല്ലോ. അവൾക്കും അതിൽ പോകാനായിട്ട് പേടിയുണ്ടായിരുന്നില്ല. പിന്നെ ഹാർട്ട് പേഷ്യൻസും അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഇതെല്ലാം ഒരു മനോധൈര്യത്തിൻ്റെ ബലത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും തനുക്കുട്ടി നല്ല മനോധൈര്യമുള്ള കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. വലിയവരുടെ കാല് കുറച്ച് ഇങ്ങനെ വെള്ളത്തിൽ മുട്ടിട്ടു. ആക്ച്വലി ഈ ഒരു ലേക്കിന് അധികം ആഴമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പേടിക്കാനായിട്ടൊന്നുമില്ല. അടുത്തത് ഞാനും വിൽക്കുമായിരുന്നു. വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒറ്റയ്ക്ക് പോകാം. പക്ഷേ ഞങ്ങൾക്ക് വേഗം ഇവിടെ നിന്ന് പോകേണ്ട കാരണം കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോയതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോണേൻ്റെ ഇടയ്ക്ക് പകുതി ചെയ്തപ്പോൾ ഒന്ന് തിരിഞ്ഞു പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവമേ പഠിച്ചവനെ കാത്തോളണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളും എത്തി. അപ്പോൾ നമ്മളവിടെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് അവിടെ വേറൊരു ബോട്ടുണ്ട് കേട്ടോ. അതിൽ വന്നിട്ട് നമ്മളെ ബോട്ടിലേക്ക് ഇറക്കും. എന്നിട്ട് നമ്മളെ വീണ്ടും ആ ഒരു കരഭാഗത്തേക്ക് കൊണ്ടാക്കും. എന്നിട്ട് ഞങ്ങൾ പിന്നെ അടുത്ത ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് കയറി. അപ്പം നമ്മളിതിന് രണ്ടിനും പേ ചെയ്ത കാരണം കൊണ്ട് നമ്മളിതിൽ കയറിയത്. ആക്ച്വലി ഇത് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇത് പെഡൽ ബോട്ടാണ്, അത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷെ നല്ലതായിരുന്നു. 1300 രൂപയാണ് ഇത് രണ്ടും കൂടി ചെയ്യാനായിട്ടായത് കേട്ടോ. സിപ്പ് ലൈനും വേറെ പ്രൈസാണ്, പെഡൽ ബോട്ട് ചെയ്യാനും വേറെ പ്രൈസാണ്. പിന്നെ നല്ല രസമാണ്, ബോട്ടിങ് നല്ല രസം. ഇത് വലിയൊരു ലേക്കാണ്. അത് കാരണം കൊണ്ട് കുറച്ചധികം ദൂരം നമുക്കിങ്ങനെ ഈ ബോട്ടിങ് ചെയ്യാനായിട്ട് പറ്റും. അതൊരു എക്സ്പീരിയൻസ് അല്ലേ. നല്ല വെള്ളമാണ്, നല്ല കാറ്റും, നല്ലൊരു രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ എനിക്ക് ആക്ച്വലി ഇത് അറിയില്ലായിരുന്നു. നമ്മൾ ആ വാട്ടർഫോൾസിൻ്റെ അവിടുത്തെ കഴിഞ്ഞ് നേരെ സ്ട്രൈറ്റ് ഷിമോഗ പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ അവിടുത്തെ ഗൈഡ്സാണ് പറഞ്ഞത് ഇങ്ങനെ ബോട്ടിങ്ങും സിപ്പ് ലൈനും ചെയ്യാനായിട്ട് പറ്റുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. വലിയൊരു ലേക്കാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ചധികം ദൂരം നമുക്ക് ഇങ്ങനെ ബോട്ടിങ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഐ മീൻ അവർ അലോ ചെയ്യുന്നുണ്ട് കുറച്ചധികം നേരം. നമുക്ക് ഇങ്ങനെ പോയി റൗണ്ട് ചെയ്ത് അറ്റത്തുനിന്ന് ഈ അറ്റം വരെ വരാനായിട്ട് പറ്റും. അപ്പോൾ ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല അടിപൊളി കാറ്റാണ്.
നല്ല വെതറും നല്ലതാണ്. നമുക്കിങ്ങനെ റൂഫൊക്കെ ഉണ്ട് ഈ ബോട്ടിന്. അത് കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ വെയിൽ കൊള്ളേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ചുറ്റും ഇങ്ങനെ കണ്ടൽക്കാടും ഇങ്ങനെ കൈതച്ചെടിയും ഒക്കെ ആയിട്ട് കാണാനും അടിപൊളിയാണ്. കൈതച്ചെടിയുമ്പോൾ നോക്കി കൈതച്ചക്ക. ഒരു മിനിറ്റ്, ഞാനതൊന്ന് വീഡിയോ എടുക്കട്ടെ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ കൈതച്ചെടി കാണിച്ചു തരാം, കൈതച്ചക്ക കാണിച്ചു തരാം കേട്ടോ, വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഒന്ന് അടുപ്പിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഇടിപ്പിച്ചവനാണ് എൻ്റെ കെട്ടിയവൻ കേട്ടോ. നേരെ കൊണ്ടുപോയിട്ട് അതുമ്മ മുള്ളിൽ തട്ടി എൻ്റെ കൈയെല്ലാം മുറിഞ്ഞായിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ കണ്ണൊക്കെ പോകുന്നു. പിന്നെ ഭാഗ്യത്തിന് അതൊന്നും പോയില്ല. അപ്പോൾ ഇതിന് ഭയങ്കര മുള്ളാണ് കേട്ടോ, നമ്മുടെ കൈ ഇങ്ങനെ കീറും. അതുപോലെ എൻ്റെ കൈയിൻ്റെ മുട്ടിൻ്റെ ഭാഗത്ത് കീറിയായിരുന്നു. ഞാനത് അറിഞ്ഞൂല്ല കേട്ടോ, എനിക്കെന്തോ നീറ്റം തോന്നിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞതായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇത് കൈതച്ചക്ക. ഇനിയിപ്പോൾ ഇത് ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു എവിടെയോ കേട്ടിട്ടുള്ള ഒരു ഓർമ്മയിൽ തട്ടി വിട്ടതാണ് കൈതച്ചെടിയാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വെള്ളം നോക്കിയൊക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇതിന് വലിയ ആഴമൊന്നും ഇല്ല കേട്ടോ. നമ്മളൊക്കെ ഇറങ്ങി നിന്നാൽ നമ്മുടെ ഒരു അരഭാഗം വരെ അതിനകത്ത് വെള്ളം ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. കാരണം അത്രയും നമുക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ താഴഭാഗം കാണാനായിട്ടുണ്ടായിരുന്നു. കണ്ടോ ഈ ജലസസ്യങ്ങളൊക്കെ നിൽക്കുന്നത് കണ്ടോ കുട്ടികളെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ല ഒരുപാട് ആഴമില്ല എന്നുള്ളത് കേട്ടോ. നശിപ്പിക്കണ്ട. അത് ആമ്പലാണോ? എന്ത് ചെടിയത്? ഒരു പ്രത്യേക തരം ആമ്പല്. അതിന് കൈയിടല്ലേ? ലോട്ടസാ, പക്ഷെ ഇതിനൊരു പ്രത്യേക തരം, നോർമൽ ലോട്ടസ് പോലെയല്ല. അങ്ങനെ കൈതച്ചെടിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നിറയെ ആമ്പലാണ് എന്നുള്ളത് എൻ്റെ ഒരു ഊഹമാണ്. കാരണം ഇല കണ്ടിട്ട് കേട്ടോ. പൂ തികച്ചും ഡിഫറെൻ്റാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു പൂ ഞാൻ കാണുന്നത്. പക്ഷേ ഇല ശരിക്കും ആമ്പലിൻ്റെയും താമരേൻ്റെയൊക്കെ ഇല കാണില്ലേ, അതേ ഒരു ഷേപ്പാണ് കേട്ടോ. പിന്നെ അധികം അങ്ങോട്ട് അടുപ്പിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ അത് കേടായാലോ എന്നുള്ളൊരു പേടി കാരണം കൊണ്ടാണ് കേട്ടോ അതുമ്മ പോയി കയറണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ശരത്തിനോട് അത്ര അടുപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ശരിക്കും ബോട്ടിലിരിക്കുമ്പോൾ നല്ലപോലെ കാണാൻ പറ്റും. അങ്ങനെ പാടം പോലെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ഒരു ഭാഗം നിറയെ ആ ചെടി കേട്ടോ. അത് നല്ല രസമായിരുന്നു. ഞാൻ അതിൽ നിന്ന് 1-2 എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയിട്ട്. നമ്മളെ തടയാൻ ആരുമില്ല, നമ്മളോട് നിർത്തിയിട്ട് വരാൻ പറയാൻ ആരുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ പരമാവധി മുതലാക്കിയിട്ടാണ് വന്നത്. ഞങ്ങൾ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ പോയി ചുറ്റി റൗണ്ട് അടിച്ചിട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല. അവർ നമ്മുടെ അടുത്ത് പറയുകയും ചെയ്തായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പോയിട്ട് ചുറ്റിയിട്ട് വന്നാൽ മതി എന്നിട്ട്. പിന്നെ പെഡൽ ബോട്ട് മാത്രമല്ല കേട്ടോ, അല്ലാതെ പോകുന്ന ബോട്ടും അവിടെയുണ്ട്. പിന്നെ ഇങ്ങനെ തുഴഞ്ഞു പോയില്ലേ, അതുപോലത്തെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ബിക്കുവിനോട് ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര ഗമ. അവന് വീഡിയോയിൽ വരാൻ ചമ്മലാണ്. അത് കാരണം കൊണ്ട് ചവിട്ടാണ്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണില്ല നിർത്തി എന്ന് പറഞ്ഞപ്പോൾ ചവിട്ടുന്നതാണ്. പക്ഷേ താനക്കുട്ടി അങ്ങനെയല്ല കേട്ടോ, അവൾക്ക് നല്ല ഇഷ്ടമാണ് വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇഷ്ടമില്ലാത്തവരെ ഞാൻ ഒരു കാര്യത്തിനും നിർബന്ധിക്കാറില്ല. കാരണം അവരുടെ പ്രൈവസി അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് കുട്ടികളാണെങ്കിൽ പോലും അത് നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം. അത് കാരണം കൊണ്ടാണ് ഞാൻ അവനെ അങ്ങനെ അങ്ങോട്ട് വീഡിയോയിൽ കാണിക്കാത്തത്. അവന് അതിന് താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവസാനം എന്തേ ആ കര കണ്ടോ, ആ ഒരു ചെറിയ ബിൽഡിംഗ് പോലെ കണ്ടോ, അവിടെ വരെ എത്തണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതേ അങ്ങോട്ടേക്ക് പെഡൽ ഇങ്ങനെ ചവിട്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ പോണ വഴിയിൽ ഇങ്ങനെ വെള്ളമൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ഒരു ഭാഗത്ത് നിറയെ വെള്ളം, ഒരു ഭാഗത്ത് ഇങ്ങനെ പാറക്കെട്ടും, കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അടുത്ത സ്ഥലത്തെത്തിയ വീഡിയോ അടുത്ത വ്ളോഗായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുവരെയ്ക്കും ബായ്.